നമസ്കാരം. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു വീഡിയോയിലൂടെ നിങ്ങളെ സമീപിക്കാൻ അഭിമുഖീകരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. രാജസ്ഥാനിലെ എൻട്രൻസ് പരീക്ഷയുടെ മെക്ക എന്നൊക്കെ വിളിക്കുന്ന കോട്ടയിലെ ഒരു എൻട്രൻസ് പരീക്ഷാ കേന്ദ്രത്തിൽ പഠിക്കുകയായിരുന്ന നിഹാരിക സോളങ്കി എന്ന് പറയുന്ന ഒരു 18 വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്തയാണ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചത്. ആ പെൺകുട്ടി എഴുതിയ ആത്മഹത്യാക്കുറിപ്പിലെ വാചകങ്ങൾ: മമ്മി, പപ്പ, ഐ കാൺ ഡു ജെഇ, സോ ഐ കമ്മിറ്റ് സൂയിസൈഡ്. ഐ ആം എ ലോസർ, വേഴ്സ്റ്റ് ഡോട്ടർ. സോറി മമ്മി പപ്പ, യഹി ലാസ്റ്റ് ഓപ്ഷൻ ഹെ. ദിസ് ഈസ് മൈ ലാസ്റ്റ് ഓപ്ഷൻ. ജെഇ പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് ആ കൊച്ചു പെൺകുട്ടി നിഹാരിക സോളങ്കി എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അമൻ ഗുപ്ത എന്ന് പറയുന്ന ഒരു 16 വയസ്സുള്ള ആൺകുട്ടി ചമ്പൽ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ച് തനിക്ക് മറ്റൊരു മാർഗവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് മാപ്പ് ചോദിച്ചു. മാത്രമല്ല, ആത്മഹത്യക്ക് മുമ്പ് ആ ചെറുപ്പക്കാരൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് മാതാപിതാക്കൾക്ക് അയച്ചു. ആ വീഡിയോയിൽ മാതാപിതാക്കളോട് ക്ഷമ പറയുകയും അനിയനോട് നന്നായി പഠിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ പ്രതീക്ഷക്കൊത്ത് ഉയരണമെന്ന് അഭ്യർത്ഥിക്കുക കൂടെ ചെയ്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ കുട്ടിയുടെ വീഡിയോയും അവസാനിക്കുന്നത്. ഞാനിത് പറയുന്നത് രാജ്യത്ത് മുഴുവനും 16, 17, 18, 19 വയസ്സിനിടക്കുള്ള ആത്മഹത്യകൾ പെരുകുകയാണ്. 18 വയസ്സിനുള്ള ആത്മഹത്യ നിരക്ക് 42 മിനിറ്റിൽ ഒരു ആത്മഹത്യ എന്ന നിരക്കിൽ രാജ്യത്ത് കുട്ടികളുടെ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുകയാണ്. അമിതമായി കുട്ടികളെ പ്രഷറൈസ് ചെയ്തുകൊണ്ട് അവരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് മാതാപിതാക്കളുടെ സ്വപ്നത്തിനനുസരിച്ച് കുട്ടികളെ വളർത്തിയെടുക്കാൻ, അവരെ ഡോക്ടറാക്കാൻ, ഉന്നത കോളേജുകളിൽ എൻജിനീയറിങ്ങിന് ചേർത്തുന്നതിന് വേണ്ടി, മറ്റു കോഴ്സുകളിൽ പ്രവേശനം കിട്ടുന്നതിന് വേണ്ടി കുട്ടികളെ അമിതമായി സമ്മർദ്ദത്തിന് അടിമപ്പെടുത്തുകയും അങ്ങനെ മാതാപിതാക്കളുടെ സങ്കടം കാണാൻ വയ്യാതെ അല്ലെങ്കിൽ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ കുട്ടികൾ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം വർദ്ധിച്ചു വരികയാണ്. കേരളത്തിൽ പോലും ധാരാളം കുട്ടികൾ ഇന്ന് കേരളത്തിൽ വൻതോതിൽ ഏറ്റവും വലിയ വരുമാനമുള്ള വ്യവസായമായി എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകൾ മാറിയിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ പോകുന്നതിനേക്കാൾ വിദ്യാർത്ഥികൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇത്തരം കോച്ചിങ് സെൻ്ററുകളിൽ പോകാനാണ്. റിപ്പീറ്റേഴ്സ് ബാച്ച് എന്നും റിപ്പീറ്റേഴ്സ് ബാച്ച് എന്നും റിപ്പീറ്റേഴ്സ് ബാച്ച് എന്നൊക്കെ ഓമന പേരിട്ടുകൊണ്ട് ഇന്ന് 4, 5 തവണ കുട്ടികൾ റിപ്പീറ്റ് ചെയ്യുകയും അവസാനം പ്രവേശനം കിട്ടാതെ മാനസിക രോഗത്തിന് അടിമപ്പെടുന്ന കുട്ടികളുടെ എണ്ണവും വളരെ വർദ്ധിക്കുകയാണ്. എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകൾ നിർഭാഗ്യവാന്മാരായ രക്ഷിതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഓരോ മുഴുവൻ പേജ് പത്രപരസ്യങ്ങളും അതേപോലെ ചാനൽ പരസ്യങ്ങളും കൊടുത്തുകൊണ്ട് രക്ഷിതാക്കളെ വലവീശി പിടിക്കുകയും തങ്ങളുടെ കോളേജിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് റാങ്ക് കിട്ടിയത്, പ്രവേശനം കിട്ടിയത് എന്ന് പരസ്യപ്പെടുത്തിക്കൊണ്ട് രക്ഷിതാക്കളെയും കുട്ടികളെയും വലവീശി പിടിച്ചുകൊണ്ട് അവിടെ തളച്ചിടുകയാണ്. ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ആഴ്ചയിൽ 1, 2 വീതം പരീക്ഷകൾ നടത്തുകയും ആ പരീക്ഷകളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് രക്ഷിതാക്കൾക്ക് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. വീട്ടിൽ മാർക്ക് ലിസ്റ്റ് എത്തുമ്പോൾ രക്ഷിതാക്കൾ കുട്ടികളെ വിളിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നത് വലിയ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്, കുട്ടികൾക്കിടയിൽ ഈ മാർക്കിൻ്റെ ഏറ്റക്കുറച്ചിൽ പരസ്പരം പരിഹാസത്തിനും ഒറ്റപ്പെടലിനും കാരണമാകുന്നു. കുട്ടികൾ പരസ്പരം സ്വാർത്ഥതയോടുകൂടി മറ്റു കുട്ടികളെ പരസ്പരം സഹായിക്കാൻ പോലും തയ്യാറാവാതെ ഇത്തരത്തിൽ റാങ്ക് മുകളിൽ കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരം കോച്ചിങ് സെൻ്ററുകളിൽ പഠിക്കുന്നത്. ഇങ്ങനെ പഠിച്ചു വരുന്ന കുട്ടികളിൽ ധാരാളം മാനസിക സംഘർഷങ്ങൾ, മാനസിക രോഗങ്ങൾ ഈ കുട്ടികൾ അടിമപ്പെടുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. കേരളത്തിലെ ഇത്തരത്തിലുള്ള കോച്ചിങ് സെൻ്ററുകളെ കൂടെ നമ്മൾ പരിശോധന വിധേയമാക്കിയാൽ ഇവരൊക്കെ തന്നെ കോടികളുടെ ബിസിനസ്സാണ്, ആയിരക്കണക്കിന് കോടികളുടെ ബിസിനസ്സാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി മേഖലകളിലെ പരീക്ഷാ നടത്തിപ്പിൽ പോലും ഇത്തരം സെൻ്ററുകൾക്ക് ചില സ്വാധീനമുണ്ടെന്ന് ആരോപണം ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്.
ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും പിടിമുറുക്കുകയാണ്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാതെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിനാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. അധ്യാപകരിൽ വലിയൊരു വിഭാഗം കോച്ചിങ് സെൻറ്ററുകളിൽ പോയി സ്വകാര്യ ട്യൂഷൻ എടുത്തുകൊണ്ട് കാശ് സമ്പാദിക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ കേരളത്തിലുണ്ട്. മാത്രമല്ല, ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ നിരന്തരമായ മൂല്യനിർണ്ണയങ്ങളും പരീക്ഷകളും കാരണം കുട്ടികൾക്ക് ആവശ്യത്തിന് ക്ലാസുകൾ ലഭിക്കുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും കുട്ടികൾ ഇത്തരം കോച്ചിങ് സെൻറ്ററുകളെ ആശ്രയിക്കാൻ നിർബന്ധിതമാവുകയാണ്. അങ്ങനെ നിർബന്ധിതരാകുന്ന കുട്ടികൾ ഇത്തരത്തിലുള്ള മത്സരത്തിലേക്ക് സ്വയം തള്ളി നീക്കപ്പെടുകയാണ്. അതുകൊണ്ട് എനിക്ക് ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട അധികാരികൾ ചിന്തിക്കേണ്ടത്, ഒന്നാമതായി ഇത്തരത്തിലുള്ള കോച്ചിങ് സെൻറ്ററുകൾ, അതായത് റിപ്പീറ്റേഴ്സ് ബാച്ചുകളെ നിയന്ത്രിക്കാൻ ആവശ്യമായ കർശനമായ നടപടികൾ വരണം. കുട്ടികൾ +2 പരീക്ഷയ്ക്ക് ശേഷം നിശ്ചിതമായ വർഷത്തിനുള്ളിൽ മാത്രമേ, പരമാവധി 1 വർഷത്തിനുള്ളിൽ മാത്രമേ എൻട്രൻസ് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള രൂപത്തിലേക്ക് നിയമങ്ങൾ പരിഷ്കരിക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം. അതേപോലെ തന്നെ ഇത്തരം കോച്ചിങ് സെൻറ്ററുകളിൽ നിരന്തരമായ പരീക്ഷ നടത്തുന്നത് കർശനമായി തടയണം. നിരന്തരമായ പരീക്ഷാ സംവിധാനം ഇത്തരം കോച്ചിങ് സെൻറ്ററുകൾ അവസാനിപ്പിക്കുകയും വേണം. പരീക്ഷകളിലെ മാർക്കിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് പരിഹാസം കാരണം, ഒറ്റപ്പെടുത്തൽ കാരണം ആത്മഹത്യയിലേക്ക് നയിക്കുന്നതും അതേപോലെ തന്നെ കുട്ടികൾ മാനസിക രോഗത്തിന് വിധേയരാകുന്നത്. പലരും പൊതുസമൂഹത്തോട് ഇത് പറയാൻ മടിക്കുന്നത് തങ്ങളുടെ കുട്ടിക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ പിടിപെട്ടു എന്നുള്ളത് സമൂഹം അറിയുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ കാരണമാണ് പലപ്പോഴും രക്ഷിതാക്കൾ ഇത് പുറത്തു പറയാത്തത്. വിവിധ മനോരോഗ ഡോക്ടർമാരുമായി സംസാരിക്കാൻ സാധിച്ചപ്പോൾ എല്ലാ സ്ഥലത്തും ഈ ഏജ് ഗ്രൂപ്പിലുള്ള, അതായത് 16, 17, 18 വയസ്സുകളിലുള്ള മാനസിക രോഗത്തിന് വിധേയരാകുന്ന കുട്ടികളുടെ എണ്ണം പെരുകുകയാണ്. ഇതിന് പ്രധാന കാരണം ഇത്തരം കോച്ചിങ് സെൻറ്ററുകളാണ്. അതുകൊണ്ട് ഗവൺമെൻറ് കർശനമായിക്കൊണ്ട് ഇത്തരം കോച്ചിങ് സെൻറ്ററുകളെ നിയന്ത്രിക്കുകയും ആവശ്യമായ വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ ഉറപ്പുവരുത്തുകയും പഠനത്തിന് ശേഷം നിശ്ചിതമായ വർഷം, പരമാവധി 1 വർഷത്തിനുള്ളിൽ മാത്രമേ എൻട്രൻസ് പരീക്ഷയ്ക്കുള്ള അവസരം കൊടുക്കൂ എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാവണം. ഇത് തുടർച്ചയായി 5ഉം 6ഉം വർഷത്തിന് ശേഷം എൻട്രൻസ് പരീക്ഷ എഴുതുമ്പോൾ ഇത്തരത്തിലുള്ള കോച്ചിങ് സെൻറ്ററുകൾ തടിച്ച് കൊഴുക്കുകയാണ്. ഈ കുട്ടികൾ അടുത്ത വർഷം കിട്ടും, അതിനടുത്ത വർഷം കിട്ടുമെന്ന് കരുതിക്കൊണ്ട് ഭാവി നശിപ്പിക്കുകയാണ്. അവസാനം എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്താഗതിയിൽ മാനസികമായി തകർന്നുകൊണ്ട് ഒന്നുകിൽ രോഗത്തിന് അടിമപ്പെടുന്നു, പലരും നാം അറിയാതെ ജീവിതത്തിൻ്റെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളി മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമ്മുടെ കേരളത്തിലും കോട്ടയിലെ പോലെ, രാജസ്ഥാനിലെ കോട്ടയിൽ കഴിഞ്ഞ വർഷം രാജസ്ഥാനിലെ കോട്ടയിൽ ഈ വർഷം മാത്രം ഏതാണ്ട് 24 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഈ ആത്മഹത്യ കേരളത്തിലേക്ക് കൂടെ പടരാതിരിക്കാൻ നമ്മുടെ കുട്ടികളെ ഇത്തരം ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ വരണം. ഇത്തരത്തിലുള്ള മുളച്ചു പൊങ്ങുന്ന എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളെ നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാവണം. അതിനാവശ്യമായ ശാസ്ത്രീയമായ പരിഷ്കരണങ്ങൾ വരുത്താൻ ഗവൺമെൻറ് വേണ്ട നടപടിയെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള മാനസിക സംഘർഷത്തിന് വിധേയരാക്കാതെ ആ കുട്ടികളൊക്കെ തന്നെ സ്വന്തം നിലക്ക് അവർക്ക് താല്പര്യമുള്ള മേഖലയിൽ പഠിക്കാനുള്ള സൗകര്യമാണ് രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കേണ്ടത്. തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കുട്ടിയെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട്, കുട്ടികളെ സമ്മർദ്ദത്തിന് വിധേയരാക്കിക്കൊണ്ട് അവരെ ഏതെങ്കിലും തങ്ങളുടെ സ്വപ്നത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷിതാക്കൾ പിന്മാറണം. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അവർക്കിഷ്ടമുള്ള മേഖലയിൽ പഠിച്ചു വളരാൻ ആവശ്യമായ സാഹചര്യമാണ് രക്ഷിതാക്കളും ഒരുക്കേണ്ടത്. കുട്ടികളെ സ്വയം സമ്മർദ്ദത്തിന് വിധേയരാക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സമീപനങ്ങളിൽ നിന്ന് എല്ലാവരും പിന്മാറണം. സർക്കാർ ഇക്കാര്യത്തിൽ ഗൗരവമായി ഇടപെടണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.